മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് നടന്നു കയറിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന, ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാൻ. ഇന്ന് വലിയ നോമ്പിലെ 7-ാം ദിനം. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 35-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടം. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ വിവിധമായ ആവശ്യങ്ങളെ ദൈവത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നതിന് മുഖാന്തരം ആയി ഭവിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എത്തിത്തീരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയും നമ്മുടെ ഇഷ്ടത്തെ, നമ്മുടെ ഇഷ്ടം ദൈവത്തോട് ഇറക്കി വയ്ക്കുകയും നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നാം പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് അന്വേഷിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ലോക ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ ഇഷ്ടം അത് ദൈവത്തിൻ്റെ തന്നെയാണ് എന്ന് നാം അറിയാതെ തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിന് ഉള്ളവൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഒരിക്കൽ യേശു കർത്താവിനെ കാണുവാനായി അവൻ്റെ അമ്മയും സഹോദരങ്ങളും വരുന്നതായ പശ്ചാത്തലമാണ്. യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ ശിഷ്യന്മാർ മുഖേന അമ്മയും സഹോദരങ്ങളും വന്നിട്ടുണ്ട് എന്ന മെസ്സേജ് ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ യേശു പറയുന്ന വാക്കുകളാണ്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിനുള്ളവൻ, അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നിർവഹിക്കുന്നതിലൂടെയാണ് ഈ ലോക ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെയൊക്കെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. യേശു അത് നമുക്ക് കാട്ടിത്തരുന്നുമുണ്ട്. കാൽവരി ക്രൂശിലേക്ക് താൻ നടന്നടക്കുന്നതിന് മുൻപായി ഗത്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്നതിനായി സമയം ചെലവഴിക്കുന്നു. അവൻ്റെ പ്രാർത്ഥന മറ്റൊന്നുമല്ല, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന യേശു കർത്താവാണ് അപ്രകാരം പ്രാർത്ഥിക്കാൻ. എന്നാൽ ആ പ്രാർത്ഥനയുടെ അവസാനം യേശു ഒരു വാക്കുകൂടെ ചേർത്ത് വെച്ച് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ശിരസ വഹിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം അതേപോലെ എന്നെ നടത്തേണമേ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നവരായി തീരുന്നിടത്താണ് അനുഗ്രഹീതമായ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം
നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുക. അത് പലപ്പോഴും എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിരിക്കാം. അത് പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ നാം വെൽബീയിങ് അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാത്ത ജീവിത അനുഭവം ആയിരിക്കണം എന്നില്ല. കർത്താവിൻ്റെ ഇഷ്ടം ഒരുപക്ഷെ തൻ്റെ ഏകജാതനായ പുത്രൻ ക്രൂശിലേക്ക് നടന്നതുപോലെ തനിക്കു വേണ്ടി ഈ ലോകത്തിൽ സഹനം അനുഭവിപ്പാൻ ആയിരിക്കാം. ഒരുപക്ഷെ പരിഹാസം അനുഭവിപ്പാനായിരിക്കാം. അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ അറിയുന്നവൻ എങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഈ ലോകത്തിന് കാട്ടിക്കൊടുപ്പാനായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടം ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവനെ കുറിച്ചാണ് പറയുക. അവൻ എനിക്കുള്ളവനാണ്, അവൻ ദൈവത്തിനുള്ളവനാണ്, അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. പ്രിയ ദൈവജനമേ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശാന്തമായി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഞാൻ ഇന്ന് ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണോ, അതോ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്? ദൈവ ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടമായി ഏറ്റെടുക്കുവാൻ, അതിനോട് ചേർന്ന ജീവിതത്തെ ക്രമീകരിപ്പാൻ, അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് എന്തുതരം പ്രയാസമോ സങ്കടമോ സന്തോഷമോ ഏത് ജീവിത അനുഭവമായിക്കൊള്ളട്ടെ, അതെല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നിടത്താണ് ദൈവത്തിനുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയെത്തിരിക. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മുടെ ജീവിതത്തെ ഈ നോമ്പ് ദിനങ്ങളിൽ മാറ്റുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ഇടയാക്കട്ടെ. കർത്താവെ, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കുമാറാകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.